Good afternoon to all. We are discussed about lumbar puncture or LP എന്നൊരു പ്രൊസീജിയറിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. ഇത് N+6 ഒരു ടോപ്പിക്കാണ് LP എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലംബാർ പഞ്ചർ എന്ന് പറയുന്നത്. എന്താണ് ഡെഫിനിഷൻ? ഡെഫിനിഷൻ എന്ന് പറയുന്നത് ലംബാർ പഞ്ചർ ഒരു ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയറാണ്, ഇല്ലെങ്കിൽ ഒരു തെറാപ്പറ്റിക് പ്രൊസീജിയറാണ്. അത് ഇൻസേർട്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഇതൊരു സ്റ്റെറൈൽ മെത്തേഡാണ്. അത് നമ്മുടെ സ്പൈനൽ നീഡ് ഇൻറ്റു ദ സബറക്കനോഡ് സ്പേസ്, അതായത് L3 to L5 നമ്മൾ ഇൻസേർഷൻ ചെയ്യുന്നത് ടു ആക്സസ് ദ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. ഡെഫിനിഷൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടി പറയാം. ഡയഗ്നോസ്റ്റിക് ആണ്, തെറാപ്പറ്റിക് പ്രൊസീജിയറിന് വേണ്ടി നമ്മൾ ചില സമയങ്ങളിൽ യൂസ് ചെയ്യുന്നതാണ്. ഇൻസേർട്ട് ചെയ്യുന്നത് സ്റ്റെറൈലായിട്ടായിരിക്കും, സ്പൈനൽ നീഡിൽ യൂസ് ചെയ്തിട്ടായിരിക്കും. അത് ഫസ്റ്റ് കുത്തുന്നത് സബറക്കനോഡ് സ്പേസിലേക്ക്, L3 to L5 ആണ് നമുക്ക് വരുന്നത്. അതിൽ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡാണ് നമുക്ക് അസസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പർപ്പസ് കാണുന്നത് ഡയഗ്നോസ്റ്റിക് ആൻഡ് തെറാപ്യൂട്ടിക്സ് ആയിട്ടാണ്. രണ്ടെണ്ണമായിട്ടാണ് നമുക്കതിൽ ടൈപ്സ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഡയഗ്നോസ്റ്റിക് എന്ന് പറയുന്നത് ടു അനലൈസ് CSF ഫോർ ഇൻഫെക്ഷൻ, ബ്ലീഡിങ്, ന്യൂറോളജിക്കൽ കണ്ടീഷൻ. തെറാപ്യൂട്ടിക് എന്ന് പറയുമ്പോൾ ടു റിലീഫ് പ്രഷർ. നമ്മൾ നെക്സ്റ്റ് കാണാൻ പോകുന്നത് ഇൻഡിക്കേഷനാണ്. ഇൻഡിക്കേഷൻ ഓഫ് LP ആണ് നമ്മൾ നെക്സ്റ്റ് റീഡ് ചെയ്യുന്നത്. അത് 2 ടൈപ്സ് ഉണ്ട്, അർജൻറ്റ് ആൻഡ് നോൺ അർജൻറ്റ് ഉണ്ട്. അതിൽ അർജൻറ്റ് എന്ന് പറയുമ്പോൾ അൺക്ലിയർ ഫീവർ, മെൻ്റൽ സ്റ്റാറ്റസ്, ഹെഡ് ഏക്ക്, സീഷർ, CNS, സസ്പെക്റ്റഡ് ഇൻഫെക്ഷൻസ്. അതുപോലെ നോൺ അർജൻറ്റിൽ വരുന്നതാണ് ഇഡിയോപ്പതിക് ആയിരിക്കും, നോർമൽ പ്രഷർ, ഹൈഡ്രോസെഫാലസ്, CSF ഡ്രെയിനേജ്. നെക്സ്റ്റ് കോൺട്രാ ഇൻഡിക്കേഷൻസ്. നമുക്ക് മെയിനായിട്ട് തന്നെ വരുന്നത് ഇൻക്രീസ്ഡ് ICP, ത്രോംബോസൈറ്റോപീനിയ, ആൻറ്റികയാഗുലൻ്റ് തെറാപ്പി, എപ്പിഡ്യൂറൽ ആബ്സസ്, സ്കിൻ ഓർ ടിഷ്യൂ ഇൻഫെക്ഷൻ, സ്പൈനൽ ഡിഫോമിറ്റീസ്. ഇതിൻ്റെ നഴ്സിംഗ് ഇൻ്റർവെൻഷനിൽ നമുക്ക് മെയിനായിട്ട് ബിഫോർ LP എന്ന് പറയുമ്പോൾ ബേസ് ലൈൻ വൈറ്റൽ സയൻസ്. എന്ന് പറയുന്നത് എഡ്യൂക്കേറ്റ് ദ പേഷ്യൻ്റ് അബൌട്ട് ദ പ്രൊസീജിയർ. ഫൈൻഡ് ഔട്ട് ഓൺ LP abnormalities. Observe for the site abnormalities. R for review medication. E for ensure informed consent. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ആഫ്റ്റർ LP കഴിഞ്ഞിട്ടുള്ള പ്രൊസീജിയറുകൾ എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. ആഫ്റ്ററിൽ A വരുന്നത് അപ്ലൈ പ്രഷർ അറ്റ് ഇൻസേർഷൻ സൈറ്റ്. F വരുന്നത് ഫ്ലാറ്റ് പൊസിഷൻ 4 to 6 hours. T ടേൺ ടു സൈഡ് but do not elevate the head. Turn to side but do not elevate the head. E വരുന്നത് ensure no bleeding. R വരുന്നത് regular monitoring. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്ലൈ പ്രഷർ അറ്റ് ഇൻസേർഷൻ സൈറ്റ്, ഫ്ലാറ്റ് പൊസിഷൻ 4 to 6 hours. Turn to side but do not elevate the head. Ensure no bleeding. Regular monitoring. ഇതാണ് ആഫ്റ്റർ LPയിൽ വരുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കോംപ്ലിക്കേഷൻസ് ആണ്. കോംപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് വരിക? ഇൻഫെക്ഷൻ വരാം, ബ്ലീഡിങ്, പോസ്റ്റ് LP ഹെഡ് ഏക്ക് ഉണ്ടായിരിക്കാം, ഇൻട്രാക്രൈനിയൽ ഹൈപ്പോടെൻഷൻ ഉണ്ടായിരിക്കാം, സെറിബ്രൽ ഹെർണിയേഷൻ ഉണ്ടായിരിക്കാം, എൻസെഫലോപ്പതി, ബാക്ക് പെയിൻ. ഇതൊക്കെയാണ് നമ്മൾ കോംപ്ലിക്കേഷനിൽ കാണുന്നത്. ഒന്നും കൂടി പറയാം. ഇൻഫെക്ഷൻ, ബ്ലീഡിങ്, പോസ്റ്റ് LP ഹെഡ് ഏക്ക്, ഇൻട്രാക്രൈനിയൽ ഹൈപ്പോടെൻഷൻ, സെറിബ്രൽ ഹെർണിയേഷൻ, എൻസെഫലോപ്പതി, ബാക്ക് പെയിൻ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ ടോപ്പിക് വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം.